തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് 22 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. 100-ലധികം ആളുകൾ കയറിയതും ശക്തമായ തിരമാലയുമാണ് ബ്രിഡ്ജ് തകരാൻ കാരണം. 2 മാസം മുമ്പ് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത ബ്രിഡ്ജാണ് തകർന്നത്. സംഭവത്തിൽ മന്ത്രി ടൂറിസം ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ശക്തമായ തിരയിൽപ്പെട്ടാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നത്. കരയിൽ നിന്നും കടലിലേക്ക് ഒഴുകിക്കിടക്കുന്ന ഭാഗം പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് ബ്രിഡ്ജിൽ 100-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അവർ കയറ്റിക്കൊണ്ടുപോയി നിറച്ച ആളുണ്ടായിരുന്നു. ഒരു 3 തിര പെട്ടെന്ന് വരെയായി അടിച്ച് അതെല്ലാം അടിച്ച് തെറിപ്പിച്ചിട്ട് എല്ലാവരും അപ്പുറത്ത് അടിച്ച രണ്ട് ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മളെ ലൈഫ് ഗാർഡും അവർ ലൈഫ് ഗാർഡ് ജാക്കറ്റൊക്കെ ഉള്ളതിൻ്റെ പുറത്തെല്ലാം രക്ഷപ്പെട്ടു. അപകടത്തിൽ കടലിൽ വീണ 22ഓളം പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും വർക്കല താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കരയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കയറിനും കാലപ്പഴക്കമുള്ളതായി ലൈഫ് ഗാർഡും പറയുന്നു. അതിൻ്റെ റോപ്പ് പൊട്ടിയിട്ട് 10-25ഓളം പേര് കടലിലോട്ട് പതിച്ചു. വളരെ അതിനകത്ത് 6 പേര് ഇപ്പം താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. അതിനകത്ത് ഒരാൾ ഇത്തിരി സീരിയസ് ആയിട്ട് ESI ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നുവെങ്കിലും ശക്തമായ തിരയിൽപ്പെട്ടതോടെ കടലിൽ വീണവർക്ക് പെട്ടെന്ന് കരയിലേക്ക് കയറാനായില്ല. തുടർന്ന് സുരക്ഷാ ജീവനക്കാർ കടലിൽ വീണവരെ പുറത്തെത്തിക്കുകയായിരുന്നു. 2 മാസങ്ങൾക്ക് മുമ്പാണ് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ടെത്തി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത്. ജനം, തിരുവനന്തപുരം.